എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ ദുഃഖകരമായ ഒരു ദിവസമാണ് ഇന്നലെ ഖത്തറിൻ്റെ US ബേസിൽ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ആളപായമൊന്നും ഉള്ളതായിട്ട് ഇതുവരെ അറിവുകൾ ലഭിച്ചിട്ടില്ല. ഖത്തറിലേക്കുള്ള ഈ ആക്രമണം അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒരു വാർത്തയല്ല. ഈ ഗൾഫ് മേഖലകളിൽ എല്ലാ രാജ്യങ്ങളെയും ഈവൻ ഇറാനുമായും നല്ല സുഹൃത്തു ബന്ധമുള്ള ഒരു നാടാണ് ഖത്തർ. പല സന്ധി സംഭാഷണങ്ങൾക്കും വേദിയൊരുക്കിയ ഒരു രാജ്യമാണ് ഖത്തർ. നാം എല്ലാം അറിയാമെന്നുള്ളതാണ്. എങ്കിൽ തന്നെയും ഖത്തറിൽ തന്നെ ആദ്യമായി ഇറാൻ്റെ ആക്രമണം ഉണ്ടായത് വളരെ അവിചാരിതമായാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഖത്തർ വ്യോമമേഖല അടച്ചിരിക്കുകയാണ്. താൽക്കാലികമായി അവിടെ നിന്നും യാതൊരു സർവീസും ഉണ്ടാകുന്നതല്ല. നമുക്കറിയാം, ഗൾഫ് മേഖല എന്ന് പറയുന്ന കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. അവിടെ പല ഭാഗങ്ങളിലും US-ൻ്റെ സൈനിക കേന്ദ്രങ്ങളുണ്ട്. ഇറാൻ സൈനിക കേന്ദ്രങ്ങളെ മാത്രമാണ് ആക്രമിച്ചത്. ഖത്തറുമായിട്ട് യാതൊരു പ്രോബ്ലവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആക്രമിച്ചത് US സൈനിക കേന്ദ്രമാണ്. പക്ഷെ അത് ന്യായീകരിക്കാമെന്നുള്ള ഒരു കാര്യമല്ല. കാരണം ആ കേന്ദ്രങ്ങൾ ഉള്ളത് ഖത്തറിലെ US കേന്ദ്രത്തിലാണ് ഇറാൻ ആക്രമിച്ചത്. ഖത്തറിൻ്റെ സുരക്ഷിതയ്ക്കാകാം US കേന്ദ്രമുള്ളത്. അതിനർത്ഥം US-ൻ്റെ ഖത്തറിനെ ആക്രമിച്ചില്ല എന്നുള്ള ഒരു പ്രസ്താവന അത്ര അഭികാമ്യമല്ല. എനിവേ, ഒന്ന് മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ എവരി 5 ഹൗസിൽ ഒരു വീട്ടിൽ ഒരാളെങ്കിലും ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണർത്തുന്നത് നമ്മുടെ കേരളീയരിലാണ്. ഒന്നുകിൽ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ ബന്ധുജനങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇന്ന് ഗൾഫ് നാടുകളിലുണ്ട്. ഇപ്പോൾ ഖത്തറിനെ ആക്രമിച്ചു. മറ്റു കേന്ദ്രങ്ങളും ആക്രമിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും ഇറാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഇറാൻ്റെ ഈ അക്രമവാസന അവർ നിർത്തുമെന്നുള്ള ഒരു തോന്നലുകളുമില്ല. ഇവർ ഇനി ഏറ്റവും എളുപ്പമാർഗമായി കണ്ടിരിക്കുന്നത് ഗൾഫിലുള്ള എല്ലാ മേഖലകളും ആരംഭിക്കുക. പക്ഷെ അത് ഇറാന് വലിയ വില കൊടുക്കേണ്ടി വരും. അത്ര എളുപ്പം, അത്ര ഒരു തമാശയായാണ് ഇറാൻ കാണുന്നെങ്കിൽ അത് ഇറാന് ഒത്തിരി നാശങ്ങൾ വിതയ്ക്കുന്ന ഒരു സംവിധാനമായിരിക്കും. ഇറാൻ കരുതിയിരിക്കുന്നത്, ഇറാൻ വളർത്തുന്ന തീവ്രവാദികളെ എല്ലാം ഒരുമിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായിട്ട് പടവെട്ടാം. അതുകൊണ്ടവർക്ക് എന്തും സാധിക്കാം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവരിപ്പോൾ ഖത്തറിൽ ഈ ആക്രമണം നടത്തിയത്. US-ൻ്റെ സൈനിക കേന്ദ്രങ്ങൾ ഏതാണ്ട് ഒരു 19 സ്ഥലങ്ങളിലുണ്ട്. ഇവിടെയെല്ലാം ഇവർ ആക്രമണം അഴിച്ചുവിട്ടാൽ ആ ഏരിയയിലുള്ള രാജ്യക്കാരുടെ
വ്യോമ മേഖലയിലാണ് ഈ US കേന്ദ്രങ്ങളുള്ളത്. അപ്പോൾ ആ രാജ്യം ഓട്ടോമാറ്റിക്കായിട്ട് ഈ കേന്ദ്രങ്ങളുള്ള രാജ്യങ്ങളും അതിൽ ബന്ധപ്പെട്ട് ആക്ഷൻസ് എടുത്തേ പറ്റൂ. ഇനിയെങ്കിലും ഇറാനോട് പറയാനുള്ളത് ഈ അക്രമ രാഷ്ട്രീയം, ഈ അരാജകത്വം, ഈ തീവ്രവാദികളെ വളർത്തൽ ഇതെല്ലാം ഉപേക്ഷിക്കുക. ജനങ്ങൾക്ക് വേണ്ടി ഭരണം നടത്തുക. ഒരു മതപണ്ഡിതനെ എല്ലാമായി അവരോധിച്ച് കുറേ പട്ടാളക്കാരെയും കൊണ്ട് എന്തും കാട്ടിക്കൂട്ടാമെന്നുള്ള ഇത് വളരെ വളരെ മോശമായൊരു കാര്യമാണ്. ഇനി ഈ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ മറ്റേതെങ്കിലും രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നെങ്കിൽ അതൊട്ടും നല്ലൊരു കാര്യമായിരിക്കില്ല. ഇറാൻ ഉണ്ടാകുന്ന അതേ ഭവിഷ്യത്ത് ഇറാനോടൊപ്പം ചേരുന്ന മറ്റു രാജ്യങ്ങൾക്കും ഉണ്ടായിക്കൂടുന്നില്ല. നമുക്ക് ആശ്വസിക്കാം, മറ്റൊരു രാജ്യക്കാരും ഇറാനെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയോ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുകയോ ഉണ്ടാകില്ലെന്ന് ആശ്വസിക്കാം. നമുക്ക് ലോകത്തിന് സമാധാനമാണ് വേണ്ടത്. ഇറാന് സമാധാനം വേണ്ട. അവരുടെ ജനതയെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലേക്ക് നയിക്കാനും അവരെ നല്ല രീതിയിൽ അവരുടെ രാജ്യത്ത് ജീവിക്കാനുള്ള സൗകര്യം ചെയ്യാൻ ശ്രമിക്കുക. ഖമേനി നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് ഇത് വളരെ മോശമായ ഒരു പ്രവൃത്തിയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുന്നത് നിങ്ങളുടെ ജനതയെയാണ്. ഈ ജനത ഒരിക്കൽ നിങ്ങൾക്കെതിരായിട്ട് തിരിയും. അന്ന് നിങ്ങൾക്കൊന്നും ആർക്കും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ഈ അക്രമങ്ങൾ ഉപേക്ഷിക്കുക. ഇറാനോ ഇസ്രയേലോ US ആക്രമിച്ചത് ജനവാസ കേന്ദ്രങ്ങളോ അല്ല, നിങ്ങളുടെ ആയുധശാലകളാണ്. നിങ്ങൾ ആയുധശാലകൾ ഉപയോഗിക്കുന്നത് തീവ്രവാദികളെ സഹായിക്കാനും വളർത്താനുമാണ്. തീവ്രവാദികൾ തന്നെയാണ് ഇസ്രയേലിൽ ആദ്യമായി അറ്റാക്ക് ചെയ്തത്. അവിടെ രാജ്യത്ത് കടന്ന് ആക്രമിച്ചതിന് റിറ്റാലിയേഷനായി ഇസ്രയേൽ ഹമാസിന് എതിരായിട്ടുള്ള ഹിസ്ബുള്ളക്കെതിരായിട്ടുള്ള യുദ്ധങ്ങൾ തുടങ്ങി. സംഭവിച്ചു. ഇനിയെങ്കിലും ഇവിടെ വെച്ച് നിർത്താൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും നല്ലത്. ഒരാൾ തോൽക്കുന്നതല്ല പ്രധാനം, മൊത്തം രാജ്യത്തെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്. ഖമേനി ചെയ്യുന്നത് നിങ്ങളുടെ വിജയത്തിനായി നിങ്ങളുടെ രാജ്യത്തെ കുരുതി കൊടുക്കുകയാണ്. നിർത്തുക. ഇനിയെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയൊരു അറ്റാക്ക് മറ്റുള്ള മേഖലകളിൽ വ്യാപിപ്പിക്കാതിരിക്കുക. അത് ഈ ലോകം മൊത്തം നിങ്ങൾക്കെതിരായിട്ട് മാറും. അതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങളെ പരിഭ്രാന്തരാക്കാതിരിക്കുക. യുദ്ധം കൊണ്ടൊന്നും നേടാനും പറ്റില്ല. നേടാൻ പറ്റുന്നത് സമാധാനവും സൗമ്യതയും കൊണ്ട് മാത്രം. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ.